പല സമയങ്ങളിലും നമ്മൾക്ക് മറ്റുള്ളവരുടെ പെർമിഷൻ ആവശ്യമായിട്ട് വരാറുണ്ടല്ലോ. വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പെർമിഷനോ മറ്റുള്ളവരുടെയൊക്കെ പെർമിഷൻ ചോദിച്ചിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവരുടെ നമ്മൾ പെർമിഷൻ, ഇപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ട്, സ്കൂളിൽ നിന്ന് എല്ലാവരും സിനിമയ്ക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ പറയണം, ചിലപ്പോൾ പൈസ വേണ്ടി വരും. അപ്പോൾ വീട്ടിലുള്ളവരുടെ പെർമിഷൻ അതിനാവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ പെർമിഷൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഷാൾ എന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് അച്ഛനോടോ അമ്മയോടോ ചോദിക്കാം. ഷാൾ ഐ ഗോ ഫോർ ദ പിക്നിക്? ഞാൻ പിക്നിക്കിന് പോട്ടെ. ഇവിടെ എന്താണ് ഈ ഷാൾ ഐ ഗോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പെർമിഷനാണ്. അപ്രൂവലോ പെർമിഷനോ. വീട്ടിലെ എല്ലാവർക്കും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാനിത് എടുക്കട്ടെ, ഞാനത് ചെയ്യട്ടെ, ഞാനത് പറയട്ടെ എന്നുള്ള അർത്ഥത്തിൽ പെർമിഷൻ ചോദിക്കാൻ നമുക്ക് ഷാൾ ഐ ഉപയോഗിക്കാം. ഷാൾ ഐ ഗോ ടു കൊച്ചിൻ ടുഡേ? ഷാൾ ഐ പാർട്ടിസിപ്പേറ്റ് ദ മീറ്റിംഗ്? ഷാൾ ഐ ടേക്ക് ദിസ്? ഷാൾ ഐ ഗോ ദർ? ഷാൾ ഐ സ്പീക്ക് ടു ഹിം? ഞാൻ അവനോട് സംസാരിക്കട്ടെ? ഷാൾ ഐ ഗോ ദർ? ഞാൻ അവിടെ പോട്ടെ? ഇങ്ങനെ പെർമിഷൻ ചോദിക്കുമ്പോൾ, അനുവാദം ചോദിക്കുമ്പോൾ, അപ്രൂവൽ ആവശ്യമുള്ള സമയത്തൊക്കെ ഷാൾ എന്ന് ഉപയോഗിക്കാൻ നല്ല യൂസേജാണ്. കേൻ എന്നാണ് പലരും തെറ്റായിട്ട് ഉപയോഗിക്കുന്നത്. എല്ലായിടത്തും കേൻ എന്ന് പറഞ്ഞാൽ അത് എബിലിറ്റിയാണ് കാണിക്കുന്നത്. ഷാൾ എന്നുള്ളത് പെർമിഷനാണ്. രണ്ടും വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ എല്ലായിടത്തും കേൻ ഉപയോഗിക്കുന്നത് ശരിയല്ല. ഇത് നല്ല യൂസേജാണ്. ഞാൻ അങ്ങോട്ട് വരട്ടെ? ഷാൾ ഐ കം ദേർ നൗ? ഞാനിപ്പോൾ അങ്ങോട്ട് വരട്ടെ, അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് ചോദിക്കേണ്ട ജീവിതത്തിൻ്റെ ഒരുപാട് സാഹചര്യങ്ങളിൽ നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഷാൾ ഐ. ഷാൾ ഐ റൈറ്റ് ദീസ്? ഇതുപോലെ ഒട്ടനവധി സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലുവൻസി കൂടും. ഇത് നമ്മൾ ഒരു തവണയല്ല, എത്രയോ തവണ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഷാൾ ഉപയോഗിച്ചിട്ട് അനുവാദം ചോദിക്കാൻ ശ്രമിക്കുക. ഇനി കീപ്പ് എന്നുള്ളതുണ്ട്. ഡോണ്ട് കീപ്പ് മീ വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം. കീപ്പ് വെയിറ്റ്, കാത്ത് നിർത്തുക. അപ്പോൾ എന്നെ നീ അധിക സമയം കാത്ത് നിർത്തരുത്. ഇതുപോലെ നമ്മൾ ഒരുപാട് സമയത്ത് എന്നെ വെയിറ്റ് ചെയ്യിക്കരുത്. കീപ്പ് വെച്ചിട്ട് കുറേ വാചകങ്ങളുണ്ട്. ഐ കെപ്റ്റ് വാച്ചിങ് ദ മൂവി യെസ്റ്റർഡേ. ഒരുപാട് സാഹചര്യങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഐ കെപ്റ്റ് വാച്ചിങ്, കണ്ടുകൊണ്ട് ഇരുന്നു. ഞാൻ ഇന്നലെ മൂവി കണ്ടുകൊണ്ടിരുന്നു. ഐ കെപ്റ്റ് വാച്ചിങ് ഷോലെ മൂവി യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ഷോലെ മൂവി കണ്ടുകൊണ്ടിരുന്നു. ഇതിനെ നമ്മൾക്ക് ഫ്ലുവൻസി കൂട്ടാൻ വേണ്ടി വേറൊന്നിലേക്കും മാറ്റിയെടുക്കാം. ഇതിനെന്താക്കാം? നമുക്ക് കെപ്റ്റ് വാച്ചിങ് എന്നുള്ളതിനെ ഫ്യൂച്ചർ ടെൻസിലാക്കുമ്പോഴെന്താവും? വിൽ കീപ്പ് വാച്ചിങ്. ഐ വിൽ കീപ്പ് വാച്ചിങ് ഷോലെ മൂവി ടുമോറോ. ഐ വിൽ കീപ്പ് വാച്ചിങ്. അപ്പോൾ ഈ കീപ്പ് വാച്ച്, കീപ്പ് വെച്ചിട്ട് ഓരോ വെർബിന് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ്. അതിനെ നമ്മൾ പാസ്റ്റ് ആക്കിയിട്ട് പറഞ്ഞാൽ കെപ്റ്റ് വാച്ചിങ് എന്നാവും. ഫ്യൂച്ചർ ടെൻസിലേക്ക് ആക്കുമ്പോൾ വിൽ കീപ്പ് ആവും. ഐ വിൽ കീപ്പ് വാച്ചിങ് ഷോലെ മൂവി ടുമോറോ. നാളെ ഞാൻ ഷോലെ മൂവി കണ്ടുകൊണ്ടിരിക്കും. കണ്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഫ്യൂച്ചറിൽ വരിക. കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ് പാസ്റ്റിൽ വരിക. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ ഈ കീപ്പ് വെച്ചിട്ട് നമ്മൾക്ക് ഇതുപോലെ ധാരാളം സെൻറ്റൻസുകൾ പറയാൻ കഴിയും. പിന്നെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകണം, ചെയ്യണം, പറയണം, എഴുതണം എന്നുള്ള കാര്യത്തിലേക്ക്, ഇപ്പോൾ ഒരു കാര്യം ചെയ്യാനുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നുള്ളതൊക്കെ പറയേണ്ട സമയത്ത് നമ്മൾ ഐ ഹാവ് ടു ഗോ ടു കൊച്ചിൻ, കൊച്ചിനിലേക്ക് എനിക്ക് പോകണം. ഐ ഹാവ് ടു ഗോ ടു ബോംബെ, ബോംബെക്ക് എനിക്ക് പോകണം. ഐ ഹാവ് ടു റൈറ്റ് സംതിങ്, എനിക്ക് എന്തെങ്കിലും എഴുതണം. ഐ നീഡ് ടു ഡു മൈ ഹോംവർക്ക്, നീഡ് ടു ഡു. അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഐ നീഡ് ടു ഡു. ഷുഡ് എന്ന് ഒരിക്കലും പറയരുത്. ഷുഡ് പറയുമ്പോൾ അതിൽ വേറെ അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, പറയണം, പോകണം, എഴുതണം എന്നുള്ള സമയത്ത് ഒന്നുകിൽ ഐ ഹാവ് ടു വെച്ചിട്ട് പറയുക, അല്ലെങ്കിൽ ഐ നീഡ് ടു വെച്ചിട്ട് പറയുക. ഷുഡ് വെച്ച് പറയരുത്. ഷുഡ് കഴിഞ്ഞ് വേറെ കുറച്ച് അർത്ഥങ്ങളുണ്ട്. നീ അത് നാളെ ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ ഒരാളോട് പറയുകയാണെങ്കിൽ യു ഷുഡ് ഡു ഇറ്റ് നമുക്ക് പറയാം. യു ഷുഡ് ഡു ഇറ്റ്, ഹി ഷുഡ് കം ടുമോറോ. ഈ രീതിയിൽ നമുക്ക് അതിനെ പറയാൻ പറ്റും. പിന്നെ ലെറ്റസ്, നമുക്കിപ്പോൾ പോകാം. ലെറ്റസ് ഗോ നൗ. നമുക്കിത് എടുക്കാം. ലെറ്റസ് ടേക്ക് ഇറ്റ് നൗ. നമുക്കിതിപ്പോൾ അപ്പോൾ ലെറ്റസ് ഉപയോഗിച്ച് ഇതുപോലെ ഒട്ടനവധി സെൻറ്റൻസുകൾ നമുക്കുണ്ടാക്കാൻ പറ്റും. ലെറ്റ് ആസ്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ലെറ്റസ് ഗോ, നമുക്ക് പോകാം. ലെറ്റ് ഹിം ഗോ, അവൻ പോയിക്കോട്ടെ.
ലെറ്റ് us സ്പീക്ക്, നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതിനെ നോട്ട് വെച്ച് അതിൻ്റെ നെഗറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റും. ലെറ്റ് us നോട്ട് ടോക്ക് അബൌട്ട് ദം, നമുക്ക് അവരെക്കുറിച്ച് സംസാരിക്കേണ്ട. ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ദം, ലെറ്റസിൻ്റെ ഷോർട്ട് ഫോമാണ് ലെറ്റ്സ് നോട്ട് ടോക്ക് അബൌട്ട് ദം, നമുക്ക് അവരെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കേണ്ടതാണ്. പിന്നെ വേറെ വല്ല ആൾക്കാർ നമ്മളോട് വന്ന് ചോദിക്കും, നിങ്ങളെന്താ ഈ പാർട്ടിക്ക് പോകുന്നില്ലേ, ഇന്ന് ഗംഭീര പാർട്ടിക്ക് ക്ഷണിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പോകുന്നില്ലേ? അപ്പം നമ്മൾ ആ പാർട്ടിക്ക് പോകേണ്ടതിനെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ല, പോകണോ പോകണ്ടേ എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുക നോട്ട് ഡിസൈഡഡ് യെറ്റ് എന്ന് പറയാറുണ്ട് ചുരുക്കിയിട്ട്. അങ്ങനെയൊന്നും പറയണ്ട, നമ്മൾ ഐ എം നോട്ട് ഷുവർ എന്ന് പറഞ്ഞാൽ മതി. നമ്മളത് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നോട്ട് ഡിസൈഡ് എന്ന് പറയാതെ വി ആർ നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, വി ആർ നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, ഓർ ഐ എം നോട്ട് ഷുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് തീരുമാനിച്ചിട്ടില്ല എന്ന അർത്ഥത്തിലാണ് അത് പറയുന്നത്. അപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്ന് നമ്മുടെ ശൈലിയാണ്. ഇംഗ്ലീഷ് ശൈലി പറയുന്നത് അവർ ഐ എം നോട്ട് ഷുവർ, വി ആർ നോട്ട് ഷുവർ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയണ്ട, നോട്ട് ഡിസൈഡഡ് എന്ന് പറയണ്ട, ഐ എം നോട്ട് ഷുവർ അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടി ഭംഗിയായിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഹാവ് യു സീൻ എനി മൂവി ലേറ്റ്ലി എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി എന്നാണ്. നല്ലൊരു വാക്കാണ്, ഓർമ്മിച്ച് വയ്ക്കുക. ഹാവ് യു സീൻ എനി മൂവി ലേറ്റ്ലി, ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അതിന് മറുപടി ആയിട്ട് എങ്ങനെയാണ് പറയേണ്ടത്? ഈ ചോദ്യത്തിൽ എന്താണ് ഹാവ് എന്നാണുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ മറുപടി പറയണം. നോ ഐ ഡിഡൻറ്റ് സീ എനി മൂവി എന്നല്ല പറയേണ്ടത്. ഹാവ് യു സീൻ എന്ന് ചോദിക്കുമ്പോൾ ഹാവ് വെച്ചിട്ട് തന്നെ മറുപടി പറയണം. നോ ഐ ഹാവ് നോട്ട് സീൻ എനി മൂവി എന്ന് പറയാതെ, സ്പോക്കൺ ഇംഗ്ലീഷിൽ നീട്ടി പറയാതെ നോ ഐ ഹാവ് നോട്ടിൻ്റെ ഷോർട്ടാണ് നോ ഐ ഹാവൻറ്റ്. ഈ രീതിയിലാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ പറഞ്ഞു പഠിക്കേണ്ടത്. മുഴുവൻ സെൻറ്റൻസും മറുപടിയായിട്ട് പറയേണ്ടതില്ല. ഏത് രീതിയിലാണോ ചോദിച്ചിരിക്കുന്നത് അതേ വെർബ് തന്നെ എടുത്തിട്ടാണ് നമ്മൾ പറയേണ്ടത്. ഹാവ് യു സീൻ, ആ ഹാവിനെ നമ്മൾ വീണ്ടും എടുക്കുന്നു. നോ ഐ ഹാവ് നോട്ട്, ഐ ഹാവൻറ്റ്. ഹാവ് യു സീൻ എനി മൂവി ലേറ്റ്ലി? നോ ഐ ഹാവൻറ്റ്. ചിലപ്പോൾ സമയത്ത് നമുക്ക് നോട്ട് റിയലി എന്നും പറയാം. ഇല്ല എന്ന് വളരെ ചുരുക്കമായിട്ട് നോട്ട് റിയലി, ഐ ഹാവൻറ്റ്. നോട്ട് റിയലി എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെയാണ്. റിയലിക്ക് വലിയ അർത്ഥമൊന്നും അവിടെ കൽപ്പിക്കാനില്ല കൂടുതലായിട്ട്. ഹാവ് യു സീൻ എനി മൂവി ലേറ്റ്ലി, അതിന് മറുപടിയായിട്ട് പറയണം നോ ഐ ഹാവൻറ്റ്. പിന്നെ നമ്മൾ പറയാറുണ്ട്, നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ ചോക്ലേറ്റ് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് നോ ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം നമ്മൾ പറയാറുണ്ട്. എനിക്ക് ഐസ്ക്രീം അങ്ങനെ ഇഷ്ടമല്ല. കഴിക്കുന്നവർ ധാരാളം പേരുണ്ട്, കഴിക്കാത്തവരുണ്ട്. പറയുന്ന ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. എനിക്ക് ഇഷ്ടമല്ല ഐസ്ക്രീം. അപ്പോൾ മറ്റൊരാൾ പറയാം എനിക്കും ഇഷ്ടമല്ല എന്ന് പറയും. എനിക്കും ഇഷ്ടമല്ല എന്നുള്ളതിന് നമ്മൾ നീട്ടി പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഏത് വെർബിലാണോ പറഞ്ഞിരിക്കുന്നത് അതേ വെർബ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് പറയേണ്ടത്. സ്പോക്കൺ ഇംഗ്ലീഷിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ നീദർ ഡു ഐ. ഈ രണ്ട് പേരെ കമ്പയർ ചെയ്യുമ്പോഴാണ് നീദർ എന്ന്. അതിൻ്റെ അർത്ഥം ഇല്ല എന്നാണ്. നീദർ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥമാണ്. വീണ്ടും അതിൻ്റെ കൂടെ നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്കും ഇഷ്ടമല്ല എന്ന് നമ്മൾ പറയാറില്ലേ, എനിക്കും ഇല്ല എന്ന് നമ്മൾ പറയാറ് ചുരുക്കമായിട്ട്. അവൻ കഴിക്കുന്നില്ല, ഞാനും ഇല്ല അങ്ങനെ പറയാറില്ലേ. അപ്പോൾ അവൻ ഐസ്ക്രീം ഇഷ്ടമല്ല, അപ്പോൾ എനിക്കും ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കും ഇഷ്ടമില്ല എന്നുള്ളതാണ് നമ്മൾ ചുരുക്കിയിട്ട് മലയാളത്തിൽ അങ്ങനെ പറയാറ്. അപ്പോൾ ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ നീദർ ഡു ഐ ഡോണ്ടിൽ ഡു ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേ ഡു തന്നെ നമ്മൾ മറുപടിയിൽ ഉപയോഗിക്കണം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ. നീദറിൻ്റെ അർത്ഥം എന്തോ യൂസേജ് ആയിക്കോട്ടെ, പക്ഷേ തിരിച്ചു പറയുന്ന വെർബ് അതേ വെർബായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഡു യു ലൈക്ക് ഐസ്ക്രീം എന്ന് ചോദിക്കുമ്പോഴും നോ ഐ ഡോണ്ട് നമ്മൾ പറയാറില്ലേ ചുരുക്കിയിട്ട്. ആ ഏത് വെർബിലാണോ ചോദിക്കുക വെർബിൽ ഫോക്കസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അതേ വെർബിൽ തന്നെ നമ്മൾ മറുപടി പറയണം. ഇപ്പോൾ ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം എന്ന് പറയുന്നതിൽ ഡു ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറുപടിയിൽ നീദർ ഡു ഐ എന്ന് പറഞ്ഞത്. എനിക്കും അല്ല എന്നാണ് നീദറിൻ്റെ അർത്ഥം. നീദർ ഡു ഐ അതിൻ്റെ കൂടെ അതേ ഡു നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. നീദർ ഡു ഐ. അപ്പോൾ എനിക്കും ഇഷ്ടമല്ല, എനിക്കും അല്ല, ഇതാണ് അതിൻ്റെ അർത്ഥം. താങ്ക് യു. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു നല്ല ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.